തൃശ്ശൂരിൻ്റെ സഭയുടെ ചരിത്രത്തിൽ പല പിതാക്കന്മാരുണ്ടായിരുന്നെങ്കിലും ഈ പിതാവാണ് ഏറെ ആധ്യാത്മികമായ ചിന്തകളിൽ വലിയ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പിതാവാണ്. സൗമ്യനായ ഒരു പിതാവ് എന്നതിലുപരി എല്ലാ വിഷയങ്ങളും ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ പിതാവാണ് തൂങ്കുഴി പിതാവ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ MLA ആയിരിക്കുമ്പോഴും DC പ്രസിഡൻ്റായിരിക്കുമ്പോഴും അതിനു മുമ്പും UDF ചെയർമാനായിരിക്കുമ്പോഴും ഒക്കെ തന്നെ എന്നും സഭയുമായി വലിയ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതാണ്. എനിക്ക് സഭയിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണയും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആളും കൂടിയാണ്. എന്നും സഭയോടൊപ്പം നിൽക്കാൻ, സഭയോടൊപ്പം നിൽക്കുമ്പോൾ സഭയുടെ പ്രവർത്തനത്തിൽ കേന്ദ്രീകരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതാണ്. മറ്റ് രാഷ്ട്രീയ സാമുദായിക വിഷയങ്ങളൊക്കെ വരുമ്പോഴും വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അഭിപ്രായങ്ങൾ പറയാറുള്ളത്. ആ അഭിപ്രായങ്ങളൊക്കെ സൗമ്യമായ ആ പിതാവിൻ്റെ പറച്ചിൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതെന്നും ആഴത്തിൽ വലിയ ചിന്തിക്കാൻ ഉറവിടമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് എന്നും തൃശ്ശൂരിന് ഗുണപരമായിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ്. നമ്മളിന്ന് പോകുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ ജില്ലയിലെ മുഴുവൻ ഞങ്ങളുടെ സഭയ്ക്കും നമുക്കും എല്ലാം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എൻ്റെ എല്ലാവിധ അനുശോചനങ്ങളും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. 1997 മുതൽ തൃശ്ശൂരിൽ എത്തിയ നാൾ മുതൽ തൃശ്ശൂരിൻ്റെ മനം കവർന്ന ഒരു വാത്സല്യ പിതാവ് കൂടിയാണ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ്. അദ്ദേഹത്തിൻ്റെ ദൈവീകത തുളുമ്പുന്ന ഓരോ വാക്കുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള വലിയ കരുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഇന്ന് തീരാണ്. അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആ വരവോടുകൂടി തൃശ്ശൂരിനുണ്ടായിരുന്ന വലിയ ഒരു ഗ്രേസ് അല്ലെങ്കിൽ മഹിമ, ഇദ്ദേഹത്തിൻ്റെ നഷ്ടം അതൊരു ചെറിയ ഒരു നഷ്ടമല്ല, അത് വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് തൃശ്ശൂരിലെ ജനത കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ സമൂഹം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിൽ അദ്ദേഹം നൽകുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരു തീരാ നഷ്ടമായിട്ട് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കണക്കാക്കുന്നത്. മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ അതിരൂപതയ്ക്ക് ഒളിമങ്ങാത്ത ഓർമ്മകളാണുള്ളത്. 1997 മുതൽ 2007 വരെയുള്ള 10 വർഷക്കാലം അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളത് ഈ അതിരൂപതയിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 5 ലക്ഷത്തോളം വരുന്ന ഈ അതിരൂപതയിലെ ദൈവജനത്തെ ദൈവകൃപയുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് വഴി നടത്തിയ ഒരു വലിയ ഇടയശ്രേഷ്ഠൻ, ദൈവമഹത്വം സ്വന്തം ജീവിതത്തിലൂടെ പ്രഘോഷിച്ച അദ്ദേഹം തൃശ്ശൂരിൻ്റെ ഒരു വരദാനമായിരുന്നു. പാലായിലെ വിളക്കുമാടത്തിൽ നിന്ന് ജനിച്ച് മറ്റ് തിരുവമ്പാടിയും മാനന്തവാടിയും പിന്നിട്ട് തൃശ്ശൂരിലെത്തിയപ്പോൾ തൃശ്ശൂരിൻ്റെ പ്രകാശഗോപുരമായി തൂങ്കുഴി പിതാവ് മാറുന്ന ചിത്രമായിരുന്നു ഈ സാംസ്കാരിക നഗരം കണ്ടത്. അതുകൊണ്ട് തന്നെ സർവാത്മന ഈ സാംസ്കാരിക നഗരം പിതാവിനെ സ്വീകരിച്ചു. പിതാവിൻ്റെ വേർപാടിൽ ഈ അതിരൂപതയിൽ ആത്മായ സമൂഹത്തിന് അതീവ ദുഃഖവും അതീവ വേദനയുമുണ്ട്. ആ സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടെ പ്രണാമമർപ്പിക്കുന്നു. തൂങ്കുഴി പിതാവ് തൃശ്ശൂരിൽ വന്ന 97-ലാണ്. അന്ന് ഞങ്ങൾ KCYM-ൻ്റെ ഭാരവാഹികളായിരുന്നു. പിതാവ് വന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ പിതാവിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ എൻ്റെ വിവാഹം, എൻ്റെ ഭവനത്തിൻ്റെ, അതുമാതിരി എൻ്റെ സ്ഥാപനത്തിൻ്റെ, എൻ്റെ 4 മക്കളുടെ മാമോദീസ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പിതാവാണ് നടത്തി തന്നിരിക്കുന്നത്. പിതാവിൻ്റെ ഉള്ള ബന്ധം വളരെ കഴിഞ്ഞ 94-ാം വയസ്സ് ഞങ്ങൾ ഒരുമിച്ചാണ് ഫാമിലിയായിട്ട് എല്ലാ വർഷവും പിതാവിൻ്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഞാനും ഞങ്ങളുടെ ഇഗ്നിയേട്ടനുണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഞങ്ങൾ വന്ന് പിതാവായിട്ട് വന്ന് കേക്ക് മുറിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓർമ്മകളുണ്ട്. പിതാവിൻ്റെ നിര്യാണത്തിൽ അതിയായ ദുഃഖം അതിരൂപതോടൊപ്പം തന്നെ ഞങ്ങൾ നേരിടുന്നു.
പിതാവ് തൃശ്ശൂരിൽ വന്നപ്പോൾ കാത്തലിക് യൂണിയൻ KCYM രൂപത ചെയർമാനായിട്ട് പിതാവിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ പ്രസ്ഥാനത്തെ രൂപതയിലെമ്പാടും വളർത്താൻ പിതാവിൻ്റെ പ്രോത്സാഹനവും സഹായവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അൽമായരുടെ കാര്യങ്ങൾക്ക് പ്രത്യേക താല്പര്യമെടുക്കുന്ന ഒരു പിതാവായിരുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു അപ്പച്ചൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയുവാനും ആവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന പിതാവായിരുന്നു. അത് ഈ അടുത്ത കാലം ഓർമ്മ നിലനിൽക്കുന്ന ഈ സമയം വരെ പിതാവ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ സഹായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. പ്രത്യേകിച്ച് വിമർശനത്തോടു കൂടി അഭിപ്രായങ്ങൾ പാസ്റ്റർ കൗൺസിൽ ഉൾപ്പെടെ പറഞ്ഞാൽ പോലും അതിനെ നല്ല രീതിയിൽ എടുക്കുകയും അതിൽ പോസിറ്റീവായ കാര്യങ്ങൾ സ്വീകരിക്കുകയും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഗുരുസ്ഥാനീയനായുള്ള പിതാവാണ് തൃശ്ശൂർ അതിരൂപതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും സംഘടനാ സംബന്ധിച്ചും കുടുംബപരമായും ഒക്കെ വലിയ നഷ്ടമാണ് പിതാവിൻ്റെ വേർപാട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും സങ്കടവും രേഖപ്പെടുത്തുന്നു.